ശ്രുതിയുടെ അപ്പൻ 2000 ആണ്ടിന്റെ ആദ്യകാലത്ത് ഒരു സർജറിയെ തുടർന്ന് മരണപ്പെട്ടു പോയ ഒരാളാണ്. അമ്മ തന്റെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളോടുകൂടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പകച്ചു നിന്നൊരു ദിനം. അമ്മയുടെ ജീവിതത്തിൽ പിന്നീടുള്ള സ്വപ്നം ഇതാണ്: ഈ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവരെ ഒരു ജീവിതത്തിൽ ഒരു നിലയിലെത്തിക്കണം. അമ്മയ്ക്ക് കൊച്ചിൻ പോർട്രസ്റ്റിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീടിനെ തേടി മറ്റൊരു മരണ വാർത്ത വരികയാണ്. മകൻ അവിചാരിതമായി മരണപ്പെടുകയാണ്. മരണം ഇടക്കിടക്ക് ഇങ്ങനെ വിരുന്നു വരുന്ന ഒരു വീട്. ഈ അമ്മ വല്ലാതെ ജീവിതത്തിന്റെ സഹനത്തിന്റെ തീച്ചൂളയില്ല. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സ്വപ്നവും പ്രാർത്ഥനയും ഈ മകൾക്ക് വേണ്ടിയിട്ടാണ്. അവള് ജീവിതത്തിൽ ഒരു നിലയിലെത്തണം എന്ന വലിയ ആഗ്രഹത്തിന്റെ മീതെയാണ്. ശ്രുതി പഠിച്ചു, MBA ചെയ്തു, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അനേകം വിവാഹാലോചനകളൊക്കെ വന്നു. അച്ഛാ, ശ്രുതിയുടെ കല്യാണം ഉണ്ട്, അച്ഛൻ വരണം ഇതിനെ കെട്ടിക്കാനായിട്ട്. ബന്ധത്തിൽ ഒരു അച്ഛനുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി വരാം. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ മാസത്തില് വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ശ്രുതിക്ക് പെട്ടെന്നൊരു പനി വരികയാണ്. ആരോഗ്യാവസ്ഥ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അവള് ആസ്ട്രമെഡ് സിറ്റിയിലേക്ക് റെഫർ ചെയ്യപ്പെടുകയാണ്. അവൾ മരണപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുള്ള കിടക്കുന്നിടത്ത് അവളെ ചെന്ന് കണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ ആ ലോബിയിൽ ഒരു മൂലക്കൽ ഈ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വലിയ സങ്കടത്തിന്റെ തീക്കടലിൽ നിൽക്കുന്ന ഒരു അമ്മയാണത്. മനുഷ്യന് ഈ ലോകത്ത് പറയാൻ സാധിക്കുന്ന ഒരാശ്വാസത്തിന്റെ വാക്കുകൊണ്ടും ആശ്വസിപ്പിക്കാനാവാത്ര അത്രമേൽ അഗാധമായ വലിയ സഹനാനുഭവത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുന്ന ഒരു അമ്മ. അമ്മയെ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു, പിന്നെ ജീവിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടി. മകൻ മരണപ്പെട്ടു, ഇതാ മകൾ മരിക്കും എന്ന് ഡോക്ടർമാര് പറഞ്ഞൊരു വാർത്തയുടെ ഞെട്ടലിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു അമ്മയാണത്. വല്ലാത്ത സഹനത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുന്ന ഒരു അമ്മ. ഞാൻ ശാന്താന്റെ ഇങ്ങനെ ചേർത്ത് പിടിച്ചൊന്ന് ചുംബിച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പോ ആ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മറുപടി എന്നോട് പറഞ്ഞു. അന്ന് 29 വയസ്സവർക്ക് പ്രായം. കഴിഞ്ഞ 29 വർഷമായി എന്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു മോളാണ് ഈ കടന്നു പോകാൻ പോകുന്നത്. അച്ഛാ, എന്റെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഈ സഹനത്തിന്റെ അനുഭവത്തിൽ എന്റെ കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അച്ഛ, ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി: എന്റെ മോള് സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ. ഈ അമ്മയുടെ വിശ്വാസമില്ലേ, കേവലമായ ചില ഭൗതിക സമൃദ്ധികളെ പ്രതിയല്ല ഈ അമ്മ തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്താ? എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ കാര്യവും സഹനവും നന്മയായി മാറും എന്ന ബോധ്യമാണ്.